അസ്സാം വലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 11 സെൻറ്റ് സ്ഥലം, അതിൽ പണി തീരാത്ത ലിൻഡൽ ലെവലാക്കിയിട്ടുള്ള 3 ബെഡ്റൂമുള്ള ഒരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലെവലിലാണ് കേട്ടോ കച്ചവടം പറയുന്നത്. അപ്പോൾ പണി ഇനിയുള്ള വർക്കുകൾ ഇനി ആരാണോ അത് വാങ്ങുന്നവർ അതവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ പറയുന്നത് കച്ചവടം. അപ്പോൾ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ഇതാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡ് വരുന്നത്. പൊതുവഴിയാണ്, റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ നിലവിൽ കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ്. കുറച്ചപ്പുറം, ഇതിൻ്റെ നേരെ അപ്പുറം ആ ടേണിങ് വരെ കോൺക്രീറ്റ് റോഡുണ്ട്. അപ്പോൾ ചെറിയ ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് വരുന്നത്. അപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നിറയെ വീടുകളില്ല, പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് പിൻഭാഗത്ത് ഇവിടെ ആയിട്ടൊക്കെ വീടുകളുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു വീടുണ്ട്. ഈ ടേണിങ്ങിൻ്റെ ആ ഭാഗത്തും വരെ കോൺക്രീറ്റ് റോഡുണ്ട്. അപ്പോൾ ഇതാണ് റോട്ടിൽ നിന്നുള്ള ഒരു വ്യൂ. സ്ഥലത്തിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്. 4 തെങ്ങുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു നിസ്കാരപ്പള്ളിയാണ്. തൊട്ടടുത്ത് ഇവിടെ വീട്. അപ്പോൾ ഈ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗം കുറച്ച് മണ്ണ് കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊന്ന് സ്ലോപ്പാക്കി കഴിഞ്ഞാൽ, JCB വെച്ചിട്ടൊന്ന് സ്ലോപ്പായി കഴിഞ്ഞാൽ വീട് ഹൈറ്റിലാണ് നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ടാവും. വീട് ഹോളോ ബ്രിക്സിലാണ് കെട്ടിയിട്ടുള്ളത്. തറക്ക് ബെൽറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലെവൽ കേട്ടോ. ഈ ലെവലിലാണ് നമ്മൾ കച്ചവടം. ഇനി ഉള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യില്ല, അത് വാങ്ങുന്ന ആൾക്കാർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രിക്കുകളൊക്കെ നല്ല തിക്നെസ് ഉള്ളതാണ്. 6 ഇഞ്ച് തിക്നെസ് ഉള്ള ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറ് ടാറ്റ സ്റ്റീലാണ്. ലിൻഡിൽ വാർത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ഇതുണ്ട്. റൂമൊക്കെ നല്ല സൈസ് ഉണ്ട്. വലിയ ഹാളാണ് വരുന്നത്. ഫസ്റ്റ് കയറി വരുന്നത് ഇതിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ 3 ബെഡ്റൂമിലും ബാത്റൂമിനൊക്കെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ. വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിമെൻറ്റാണ്. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് ബാത്റൂമുണ്ട്. ഹാള് ഇവിടെ ഒരു ലിവിങ് ഏരിയ ആയിട്ട് അങ്ങനെയുണ്ട്. ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് അതൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിയ ഹാളാണ്. ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലും ബാത്റൂമിലൊക്കെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ. ബെഡ്റൂം 3 എണ്ണം, 3 അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ഭാഗത്തായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ബെഡ്റൂമുകൾ 12x12 വരുന്ന സൈസ് ഉണ്ട്, 12x11 സൈസിൽ വരുന്നുണ്ട്, 10x10 വരുന്ന സൈസ് ഉണ്ട്. അങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലാണ് ബെഡ്റൂമുകൾ വരുന്നത്. ഹാള് നല്ല സൈസ് ഉണ്ട്, വലിയ സൈസാണ്. ഇതാണ് കിച്ചൺ. കിച്ചണിലെ മുകൾ ഭാഗം സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി കിച്ചണിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ പിൻഭാഗത്ത് ഇവിടെ കുറച്ച് കൃഷിയുണ്ട്. ഇനി മരത്തിൻ്റെ ഉള്ളിൽ കൂടെ, ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷീറ്റൊക്കെ അടിച്ചിട്ട് വർക്ക് ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് നിലവിൽ ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു അവസ്ഥ. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത്. വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇതാരെങ്കിലും ഏറ്റെടുത്തിട്ട് നമ്മളത് വിൽപ്പന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ള വർക്കുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ല തിക്നെസ് ബ്രിക്കൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 11 സെൻറ്റ് സ്ഥലം, അത് നിങ്ങൾ ഈ കണ്ട പണി തീരാത്ത ലിൻഡൽ ലെവൽ എത്തിയിട്ടുള്ള ഒരു 3 ബെഡ്റൂമുള്ള നല്ലൊരു വീട്. അപ്പോൾ നമ്മൾ കച്ചവടം പറയുന്നത് ഈ ലെവലിലാണ്. പണി ഇപ്പോൾ ഏത് ലെവലിലാണോ ഇപ്പോൾ ആ വീട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള അതേ ലെവലിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. തുടർന്നുള്ള വർക്കുകൾ ആരാണോ വാങ്ങുന്നവർ അവർ ചെയ്യണം. അപ്പോൾ ഇനി മെയിൻ സ്ലാബ് വർക്കണം, ഫിനിഷിംഗ് വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ തറക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രിക്കുകൾ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ കൂടി വലിയ നല്ല വീതിയുള്ള 6 ഇഞ്ചിൻ്റെ ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാതിൽക്കട്ടിലൊക്കെ ഫ്രണ്ടിലൊക്കെ നല്ല ടാറ്റ സ്റ്റീലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ കൂടി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഹാളുകളും റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇളങ്കൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിലെ ഇളങ്കൂർ അങ്ങാടിയിൽ നിന്ന് പുലത്ത് റോഡിന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇനി അതേപോലെ തന്നെ 2 ഭാഗത്തും നമുക്ക് എൻട്രൻസ് വരുന്നത്. ഇതൊരു റിംഗ് റോഡാണ്. മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ ഇളങ്കൂർ എത്തുന്നതിന് മുന്നായിട്ട് മഞ്ഞപ്പറ്റ കഴിഞ്ഞിട്ടൊരു മരമില്ലുണ്ട്, ഒരു സോമില്ലുണ്ട്. അതിന് നേരെ മുന്നിൽ കൂടെ അല്ല ടാറിങ് റോഡിന് വന്നു കഴിഞ്ഞാലും ഏകദേശം ഒരു 3/4 കിലോമീറ്റർ. ആ റോഡിന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവിടെ നിന്ന് പിന്നെ പുലത്ത് റോഡിന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇളങ്കൂർ അങ്ങാടിക്ക് എത്തണം. അപ്പോൾ 2 ഭാഗത്തൂടെ എൻട്രൻസ് വരുന്നുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത്. 11 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ഈ ഒരു ലെവലിലുള്ള ഒരു വീടും.
ഉദ്ദേശിക്കുന്ന വില 21 ലക്ഷം രൂപയാണ്. സ്ഥലത്തിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കറ്റ് ഉണ്ട്. 1.25 മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ്. വഴി സൗകര്യം ഉണ്ട്, യഥേഷ്ടം വെള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ഈ വീടിന് കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു റീസണബിൾ റേറ്റേ ആയിട്ടുള്ളൂ. 21 ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. ചെറുതായിട്ട് നെയ്പ്പൂക്കളൊക്കെ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.